കുറെ നാളുകൾക്ക് ശേഷം ഇന്ന് എന്റെ വീട്ടിലൊരു മോർണിംഗ് ആണ് കേട്ടോ. ഇന്നിപ്പോ എനിക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ വളരെ ഫ്രീ ആയിട്ടുള്ള സുഖകരമായിട്ടുള്ള ഒരു മോർണിംഗ് കൂടിയാണ്. എണീറ്റ് മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നമ്മുടെ പ്രകൃതി രമണീയതൊക്കെ ഒന്ന് ആസ്വദിച്ച് വരാന്ന് വിചാരിച്ചു. നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഒട്ടുമിക്ക പെൺകുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലെ. ശരിക്കും ഇവിടുത്തെ ഒരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു റേഡിയോയുടെ സൗണ്ട് കേട്ടിട്ടാണ്. എനിക്ക് ഓർമ്മ വെച്ചിട്ടുള്ള കാലം മുതൽ ഈ ഒരു റേഡിയോയുടെ സൗണ്ട് കേൾക്കാത്ത ഒരു മോർണിംഗ് എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ആകാശവാണി കോഴിക്കോട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കുട്ടീനോട് ഇന്നത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പം അവള് പൂരി എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പം അവളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഇന്നിവിടെ പൂരിയാണ്. പൂരി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമൊക്കെ ആണെങ്കിലും ഇന്ന് പൂരി വേണമെന്ന് പറയാനുള്ളൊരു മെയിൻ കാരണം എന്തേ, ഈ ഒരു ഉരുളയാണ്. ക്ലേ കയ്യിലുണ്ടെങ്കിലും ഈ ഒരു ചപ്പാത്തി മാവ് കയ്യിൽ കിട്ടാതെ അവൾ അടങ്ങില്ല. ചപ്പാത്തി മാവ് ക്ലേ കിട്ടിയപ്പം ആള് ഹാപ്പി. നൈസായിട്ട് അവൾക്കൊരു ഉരുളയും കൊടുത്ത് അവളെ സമാധാനിപ്പിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ അമ്മ. എന്നിരുന്നാലും വീണ്ടും അവള് അവിടെയൊക്കെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ, ഇന്നും രാവിലെ അച്ഛനും അമ്മയും ഒരുമിച്ച് കിച്ചണിൽ ഉണ്ടാവും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്ത് വളരെ സപ്പോർട്ടീവ് ആയിട്ടാണ് കേട്ടോ രണ്ടുപേരും. അച്ഛനിപ്പോ അച്ഛന്റെ റിട്ടയർമെന്റ് ലൈഫിലാണ്. അച്ഛൻ ആർമിയിലായിരുന്നു. അമ്മയാണെങ്കിൽ അംഗനവാടി ടീച്ചറാണ്. അപ്പോൾ അമ്മയ്ക്ക് ജോലിക്ക് പോകാനായിട്ടുണ്ട്. അതിനു മുന്നേ എല്ലാ പണികളും രണ്ടുപേരും ഒരുമിച്ച് തീർക്കൂട്ടോ. ഈ അടുക്കളയിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു വഴക്കുകളും പിണക്കങ്ങളും സന്തോഷങ്ങളും ഇണക്കങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ഉണ്ടാവും കേട്ടോ. അത് കാണാനും നല്ല രസമാണ്. അപ്പൊ പാറുകുട്ടിയുടെ ചപ്പാത്തി ചുട്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ബൈ ദ വൈ ഞാൻ പറഞ്ഞു വന്നത്, ആണുങ്ങൾ കിച്ചണിൽ കയറിയിട്ട് കുക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാത്തയും പുച്ഛിക്കുന്നതും ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പഴഞ്ചൻ ചിന്താഗതിയിൽ ഇപ്പൊ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ മനസ്സറിഞ്ഞ് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനൊരു വേറെ സന്തോഷം തന്നെയാണ്. അപ്പൊ പറയുന്നവർ അവിടെ ഒന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ. അപ്പൊ ഗൈസ്, ഇത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ഒരു വാഴക്കുലയാണ്. ഇത് ഓൾമോസ്റ്റ് കാലിയായിട്ടുണ്ട്. അതിലിരുന്ന ഒരു കുഞ്ഞൻ പഴം പറിച്ചാണ് പാറുകുട്ടി കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ പൊളിച്ചു കഴിഞ്ഞ് നമ്മുടെ പാറുകുട്ടി അത് കഴിക്കാനായിട്ട് പോവാണ്. നല്ല ഞാലിപ്പൂവൻ പഴമായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇന്ന് പൂരിയുടെ കൂടെ കഴിക്കാൻ കുറുമയായിരുന്നു. പാറുകുട്ടിക്ക് കുറച്ച് ദിവസമായിട്ട് പനി ആയതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവൾക്ക് വാരി കൊടുക്കുകയാണ് ചെയ്തത്. കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാറുകുട്ടിയുടെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റുകളിൽ ഒരെണ്ണാണ് ദേ ഈ ഒരു പൂരി. അതുകൊണ്ട് തന്നെ ഇന്ന് വേറെ ഭക്ഷണം ഒന്നും ഇനി ഉണ്ടാവില്ല. പൂരി മാത്രമേ ഇന്ന് ആള് കഴിക്കുകയുള്ളൂ കേട്ടോ. അപ്പം ഇന്നത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അമ്മയാണെങ്കിൽ റെഡി ആവാനായിട്ട് പോയിട്ടുണ്ട്. പാറുകുട്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് ഡ്രോയിങ്ങിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ. ടിൽ ദെൻ ബൈ.